എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കുത്തുകൊണ്ട് വീണ് കിടക്കുന്ന കിബയെയും യൂക്കോണിനെയാണ് കാണിക്കുക. യൂക്കോണിന്റെ പ്രധാന പരിപാടി ഓപ്പണൻസിന്റെ ബോഡി കയറിപ്പറ്റി അവരെ എന്നേക്കുമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളയുക എന്നതാണ്. ഇവന്റെ പ്രധാന പരിപാടി ഇത് തന്നെയാണ്. ഒരിക്കലും അവന്റെ ശത്രുക്കള് അവരെ തന്നെ ഇല്ലാതാക്കില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കിബയാവട്ടെ അവന്റെ ബോഡി തന്നെ കത്തി കുത്തിയിറക്കി. വേദന കൊണ്ട് കിബ പൊളയുമ്പോ അതേപോലെ തന്നെ ഇപ്പൊ വില്ലനും ആവട്ടെ രക്തം വാർന്നൊലിച്ച് ഒരുപാട് വേദനിക്കുകയാണ്. പക്ഷെ കിബ അവൻ വിടുന്ന മട്ടില്ല. വീണ്ടും വീണ്ടും കത്തിയെടുത്ത് വീണ്ടും അവനെ തന്നെ കുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ യൂഗോൺ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ കയ്യിൽ നിന്ന് കത്തി തടഞ്ഞു വെക്കും. പക്ഷെ കിബ അവന്റെ കൈ തട്ടി മാറ്റി കത്തിയെടുത്ത് വീണ്ടും വയറ്റില് ആഞ്ഞു കുത്തും. ചോര തുളുമ്പി കിബ താഴെ വീഴുമ്പോ കറക്റ്റായിട്ട് വില്ലനാവട്ടെ അവന്റെ ബോഡിയിൽ നിന്ന് തെറിച്ച് താഴെ വീഴും. വില്ലന്റെ വയറ്റിലും ഇപ്പൊ വലിയൊരു മുറിവുണ്ടായി. അവിടുന്ന് ഒരുപാട് രക്തം പുറത്തേക്ക് പോകും. കിബ ഓടിച്ചെന്ന് കത്തിയെടുത്ത് കുത്താൻ നേരം വില്ലനാവട്ടെ കിബയുടെ നേർക്ക് ഒരു കളർ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കും. ആ ഗ്യാപ്പില് കിബ എസ്കേപ്പ് ആവും. രണ്ട് വില്ലന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെങ്കിലും നമ്മുടെ കിബയെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഒരു കാര്യം, രണ്ട് വില്ലന്മാരും സെപ്പറേറ്റ് ആണ്. അവര് പരസ്പരം നോക്കുമ്പോ അപ്പൊ ദൂരത്തായിട്ട് കിബയുടെ പട്ടിക്കുട്ടി കിടപ്പുണ്ട്. അതിനെ ശരിയാക്കാന്ന് പറഞ്ഞ് രണ്ട് വില്ലന്മാരും അതിന്റെ നേർക്ക് ചാടി വരും. വാവ്, അവൻ പോയാലെന്താ, ഈ പട്ടിക്കുട്ടിയെ ഞാൻ ശരിയാക്കൂന്ന് പറഞ്ഞ് അതിനെ തൂക്കിയെടുക്കാൻ പോകുമ്പോ കറക്റ്റായിട്ട് പട്ടിക്കുട്ടി പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കത്തികള് അവന്റെ ബോഡിയിൽ കുത്തി അങ്ങോട്ട് കയറും. വില്ലൻ നിക്കണേന് തൊട്ടടുത്ത് ഒരു പാറപ്പുറത്തിന്റെ ബാക്കിലാണ് ഇപ്പൊ നമ്മുടെ കിബയും പട്ടിക്കുട്ടനും ഒളിച്ചിരിക്കുന്നത്. പട്ടിക്കുട്ടിയെ നോക്കിയിട്ട് നമ്മുടെ കിബയ്ക്ക് ഒരുപാട് ഫീലായിട്ട് അതിന് ലോലമായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഭാഗ്യത്തിന് പട്ടിക്കുട്ടിയുടെ കാറ്റ് പോയില്ല. അതുകൊണ്ട് തന്നെ കിബ ഇപ്പോ ഒരുപാട് ഹാപ്പിയാണ്. കിബയുടെ വയറ്റിലൂടെ നല്ലപോലെ ബ്ലഡ് ഒഴുകുന്നുണ്ട്. ആ വേദനയിലും അവനവന്റെ പട്ടിക്കുട്ടിയെ ഒരുപാട് ഇഷ്ടത്തോടുകൂടെ ചേർത്ത് പിടിക്കും. നീയാണെന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ട് രക്ഷിച്ചത്. ഇനിയും നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ കിബ പയ്യൻ അവന്റെ വളരെ ചെറുപ്പത്തില് ആദ്യമായിട്ട് അക്കമൊരു പട്ടിക്കുട്ടിയെ കണ്ടുമുട്ടും. അത് ബൗ ബൗ എന്നും പറഞ്ഞ് നമ്മുടെ ആളെ നോക്കി കുറച്ച് കാണിക്കുമ്പോ കിബയാവട്ടെ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു നിൽക്കും. അപ്പൊ അവന്റെ അമ്മയും ബ്രദറും അവിടേക്ക് വന്ന് അതൊരു പാവം പട്ടിയാണ്, പേടിക്കാനൊന്നുമില്ല, അവന്റെ പേര് അക്കമരു എന്ന് പറയും. അവൻ പെട്ടെന്ന് ആ പട്ടിക്കുട്ടി എടുത്തിട്ട് ഉശ്ശടോ എന്റെ കുട്ടപ്പന് എന്താ വേണ്ടെന്ന് ചോദിക്കും. കിബയെ കണ്ട ഉടൻ നമ്മുടെ പട്ടിക്കുട്ടി ആവട്ടെ അവന്റെ മോന്തയ്ക്ക് പനിനീര് തെളിക്കും. അത് കണ്ട് ചിരിച്ചിട്ട് കിബയുടെ അമ്മ പറയും, ഇന്നു മുതല് ഈ പട്ടിക്കുട്ടിയെ നോക്കേണ്ടത് നീയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഒന്നിച്ചാണ്. പട്ടിക്കുട്ടൻ ഒരുപാട് കാര്യം കിബ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവന്റെ അമ്മ അവിടേക്ക് വന്ന്, ഇന്നു മുതല് നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. നിനക്ക് കിട്ടുന്ന എല്ലാ ട്രെയിനിങ്ങും നീ ഇവനും കൊടുക്കണം. നിങ്ങൾ ഒന്നിച്ചായിരിക്കും ഇനി മുതല് എല്ലാ മിഷൻസും ചെയ്യുക. അന്ന് മുതൽ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ഒരുപാട് വട്ടം മൂത്രമൊക്കെ കറക്കി അടിക്കാനൊക്കെ നമ്മുടെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ആലോചിച്ച് വീണ്ടും കിബ പട്ടിക്കുട്ടിയെ താലോലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ വില്ലന്റെ ബോഡിയിൽ ഒരുപാട് കത്തി കുത്തി കയറി അവൻ കിബയെ തലയിൽ കൈവച്ച് പ്രാകാൻ തുടങ്ങും. എടാ തെണ്ടി, എന്റെ കൈ കിട്ടിയാ നിന്നെ ഞാൻ ഇടിച്ച് ഈഞ്ച പരുവാക്കൂന്നും പറഞ്ഞ് അവൻ ഏന്തി വലിഞ്ഞ് ഇപ്പൊ നടക്കാൻ തുടങ്ങും. ഉടനെ ഇവൻ സാക്കൂൻ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോ അപ്പൊ സാക്കൂൻ പറയും, എന്റെ കണ്ണില് ആസിഡ് പോയി, അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ വല്ലാതെ ടയർഡായിട്ട് ഇപ്പൊ നോർമലായി തീരാൻ തുടങ്ങും. ഞാൻ ഒരുപാട് ടയർഡാണ്, എനിക്ക് തൽക്കാലം കുറച്ചു നേരത്തേക്ക് നിന്റെ ബോഡിയിൽ ഉറങ്ങണമെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രോ പെട്ടെന്ന് തന്നെ അവന്റെ ബോഡിയിൽ കയറി ഉറങ്ങാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്താ ഇവിടെ കിമിമാരും ആവട്ടെ നമ്മുടെ കുട്ടപ്പനെയും സംഘത്തിനെയും ഇപ്പൊ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവന്റെ മുൻപിലേക്ക് ചാടി വീഴുമ്പോ അവൻ സിമ്പിളായിട്ട് കുട്ടപ്പനെ അടിച്ചു തെറിപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടപ്പൻ ടെൻഷനായിട്ട് അവന്റെ ഓരോ മൂവ്മെന്റ്സും വളരെ വ്യക്തമായിട്ട് വെക്കാൻ തുടങ്ങും. കാരണം ചെറുതായിട്ടൊന്ന് പാളിയെ പോലും കിമിമാരു ആവട്ടെ കുട്ടപ്പനെ വലിച്ചു കീറും. കിമിമാറുവിന് ഭ്രാന്ത് കയറി അവൻ കറങ്ങി ഒരുപാട് നറൂട്ടോ കുട്ടപ്പന്മാരെ അവന്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഭാഗ്യം കൊണ്ട് നമ്മുടെ റിയൽ കുട്ടപ്പന് യാതൊരു അടിയും കിട്ടൂല. അവൻ പിന്നെ പിടിച്ചു വലിച്ച് ഒരുപാട് കുട്ടപ്പന്മാരുടെ നെഞ്ചില് കത്തി കയറ്റി ഇറക്കും. കുട്ടപ്പൻ ഗ്രൂപ്പായിട്ട് അവന്റെ മേൽക്ക് ചാടി വീഴുമ്പോ വില്ലൻ സിമ്പിളായിട്ട് അവരെ എല്ലാവരെയും ഒരു കമ്പിയിൽ കോർത്തിങ്ങെടുക്കും. അപ്പൊ പതിയെ ഒരുപാട് ക്ലൗൺസ് ഇപ്പൊ മറഞ്ഞു പോകാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല വില്ലനാവട്ടെ അവന്റെ ബോൺസ് ഉപയോഗിച്ചാണ് എല്ലാ കുട്ടപ്പന്മാരുടെ ബോഡിയിലും കുത്തി അങ്ങോട്ട് കയറ്റിയത്. അവൻ ഗക്കൈ ഗംഗൈ ക്ലാനിൽ ചേർന്നവനാണ്.
അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ സ്പെഷ്യൽ പവർ. ഇതെല്ലാം കണ്ട് കലി കയറി കുട്ടപ്പനാവട്ടെ അവന്റെ പല്ല് കടിച്ച് ഇപ്പൊ ബ്രഹ്മാണ്ട വില്ലനെ നോക്കി അങ്ങോട്ട് ദഹിപ്പിക്കും. അവൻ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ആ എല്ലുകള് തനിയെ പുറത്തേക്ക് വരും. അവന്റെ ഷർട്ട് അഴിച്ച് ഇപ്പൊ മുതുകിൽ നിന്ന് ഒരെല്ല് പുറത്തേക്ക് എടുക്കും. കുട്ടപ്പൻ പേടിച്ചു വിറച്ച് അത് നോക്കി നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടില് സാസുകേനെ അടച്ചു വെച്ച ആ ഒരു ഡ്രമ്മീന്ന് ഇപ്പൊ പതിയെ പതിയെ പുക പുറത്തേക്ക് ഉയരാൻ തുടങ്ങും. പക്ഷെ അത് ആരും തന്നെ ശ്രദ്ധിക്കില്ല. അതേ സമയത്ത് വില്ലനാവട്ടെ അവന്റെ ബോഡിന്ന് ഒരെല്ല് പുറത്തെടുത്തില്ലേ, അതൊരു കത്തിയാക്കി മാറ്റി ഇപ്പൊ കുട്ടപ്പന് നേരെ വീശി നിൽക്കും. അതുകൊണ്ട് കുട്ടപ്പൻ ടെൻഷനായിട്ട് അവന്റെ ഒരുപാട് ബ്ലേഡുകൾ എടുത്ത് വലിച്ചെറിയുമ്പോ വില്ലൻ അത് കൂളായിട്ട് തട്ടി എറിയുകയും ചെയ്യും. കുട്ടപ്പന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ചാല് അവരെയും ഈസി ആയിട്ട് കൊന്നോണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തി, അവന്റെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ ഒരു കത്തിക്ക് ഇരുമ്പിനെ കഴിഞ്ഞും പവറാണ്. അപ്പൊ വില്ലൻ എനിക്ക് ഒരുപാട് ഡാൻസ് മുറകൾ അറിയാം, ഭരതനാട്യം, കുച്ചിപ്പൊടി, കെട്ടിപ്പൊടി, മല്ലിപ്പൊടി എന്നൊക്കെ പറയുമ്പോ കുട്ടപ്പൻ ഒരു മിനിറ്റ് വണ്ടർ അടിച്ചു നിൽക്കും. നിനക്ക് എന്തൊക്കെ ഡാൻസ് മുറകൾ അറിയാമെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറയും. അടുത്തതായിട്ട് ഞാൻ കെമലിയ ഡാൻസ് ആണ് കാണിക്കാൻ പോകുന്നെന്ന് പറയുമ്പോ ദൂരെ നിന്ന് ആ ഡ്രമ്മിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പുക പുറത്തേക്ക് പോകും. ആക്ച്വലി വില്ലൻ ഈ ഡാൻസ് എന്ന് പറയുന്നത് അവന്റെ അഭ്യാസ മുറകളെയാണ്. അപ്പൊ കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്റെ സാസുകയ്ക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നീ വിവരം അറിയും. കട്ട് ചെയ്താ ഇവിടെ ഈ ഒരു വില്ലൻ പുല്ലാങ്കുഴൽ ഊതുന്നേനെ ആ ഒരു മോൺസ്റ്റേഴ്സ് നാറെ അറഞ്ചം പൊറഞ്ചം അടിച്ച് ഇപ്പൊ സൈഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാറ കുറെ കഷ്ടപ്പെട്ട് മരക്കട്ടയും പലകയും ഒക്കെ എറിഞ്ഞു കൊടുത്ത് ഒരുപാട് തവണ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവനെ കറക്റ്റായിട്ട് അവർ എയിം ചെയ്തടിക്കും. കട്ട് ചെയ്ത കിവയാവട്ടെ അവൻ നൈസായിട്ട് ഒരിടത്ത് ഒളിച്ചിരുന്ന് ഇപ്പൊ വില്ലന്മാരെ നോക്കുകയാണ്. പക്ഷെ അവര് കറക്റ്റായിട്ട് കിബയെ ഫോളോ ചെയ്ത് ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവന് മനസ്സിലാവുക അവന്റെ ബ്ലഡ് വഴി നീളെ വീണ് കിടപ്പുണ്ട്. അതുപയോഗിച്ചാണ് അവരിപ്പോ കിബയെ ഫോളോ ചെയ്യുന്നത്. ബോഡി മുഴുവൻ ചോരയായിട്ട് അവൻ വേദനയിൽ പെടയുമ്പോ അപ്പൊ ആരോ 3 പേര് അതുവഴി പെട്ടെന്ന് പാസ് ചെയ്തു പോവും. ഇതവരല്ലേ, അവരെന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കിബ വണ്ടടിച്ചു നിൽക്കും. കിബയ്ക്കാണെങ്കിൽ ബ്ലഡ് ലോസ് ആയിട്ട് ഇപ്പൊ എണീക്കാനായിട്ട് സാധിക്കില്ല. മാത്രല്ല അവന്റെ പട്ടിക്കുട്ടി അത് ഓൾറെഡി മയങ്ങി കിടക്കുകയാണ്. അവന്റെ വയറിൽ അമർത്തി പിടിച്ച് എഴുന്നേക്കാൻ നോക്കുമ്പോഴേക്കും അവന്റെ ബ്ലഡ് അതൊരുപാട് ലോസായി. അപ്പൊ വില്ലൻ അവൻ ബ്ലഡ് വീണ അടയാളം വെച്ച് കറക്റ്റായിട്ട് ഇപ്പൊ കിബയുടെ തൊട്ടടുത്തെത്തും. വില്ലൻ ചാടി വന്ന് കിബയെ പിടിക്കാൻ നോക്കുമ്പോ കറക്റ്റായിട്ട് അവിടെ കിബയുടെ കോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വീണ്ടും രക്തത്തിന്റെ അടയാളം നോക്കുമ്പോ അത് പുഴയിലേക്ക് പോയതായിട്ട് വില്ലൻ കാണും. നീ എവിടേക്ക് ഓടി രക്ഷപ്പെട്ടാലും തീർച്ചയായിട്ടും നിന്നെ ഞാൻ വിടില്ല. പുഴയെങ്കിൽ പുഴ എന്നും പറഞ്ഞിട്ട് വില്ലനാവട്ടെ ആ പുഴയുടെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത നാറ അവൻ ഒട്ടനെ കാട്ടിക്കൂടെ ഓടാൻ തുടങ്ങും. വില്ലന്മാര് പുറകെ പോയി അവനെ എറിഞ്ഞിടാൻ ശ്രമിക്കുമ്പോ ഓരോ മരത്തിന്റെ മേലെ കൂടെ ചാടി ചാടി ഇപ്പൊ അവൻ താഴെ എത്തും. അപ്പൊ വില്ലത്തി അവളുടെ പുല്ലാങ്കുഴൽ ഊതൽ നിർത്തിവെച്ച് അവന്റെ മുൻപിലേക്ക് കാഷ്വലായി വന്നിട്ട് എന്തുപറ്റി പേടിച്ചു പോയെന്ന് ചോദിക്കും. എന്റെ ഫ്ലൂട്ട് വായന അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നാറ പറയും, കൊള്ളില്ല, നിന്നെ പോലെ തന്നെ നിന്റെ പാട്ടും നല്ല ബോറാണ്. നാറ വീണ്ടും വീണ്ടും വില്ലത്തി ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ നാറയുടെ ഉള്ളിനുള്ളില് ഇപ്പൊ ഒരുപാട് പേടിയാണ്. കാരണം അവൾ ആ ഫ്ലൂട്ട് ഊതുന്നതിനനുസരിച്ചാണ് ആ വില്ലന്മാര് ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫ്ലൂട്ടിന്റെ ആ ഒരു പാറ്റേൺ കണ്ടുപിടിക്കണം. അവള് പറയും, ഒരിക്കലും ഞാൻ വായിക്കുന്നത് എന്താണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. നാറ ഉടനെ ഞെട്ടും. എന്നിട്ട് വീണ്ടും ആ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ അവള് അവസാനമായിട്ട് വായിക്കാൻ പോകുന്നത് ഡീമൻ റെവല്യൂഷൻ. അതും 9th പാസേജ്. ആ ഒരു മ്യൂസിക് കേട്ടവരാരും ഇന്നുവരെ ജീവിച്ചിരിപ്പില്ല. അവള് പതിയെ പതിയെ ആ മ്യൂസിക് വായിക്കാൻ തുടങ്ങുമ്പോ ഇപ്പൊ മോൺസ്റ്റേഴ്സ് ആവട്ടെ കൊല വെറിയില് നാരയുടെ നേർക്ക് ചാടി വീഴുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.